ഹാഫിസ് സെയ്ദും മസൂദ് അസറും നമ്മുടെ രണ്ട് മെയിൻ ടാർഗറ്റുകളായിരുന്നു. ഇതിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ തലയ്ക്ക് ബലയിട്ടിട്ടുള്ള രണ്ട് ഭീകരന്മാരാണ്. ഇത് തീർന്നു അവർ രണ്ടുപേരും പാക് അറ്റാക്കിൽ. തീർന്നു എന്ന് ചോദിച്ചാൽ ഹാഫിസ് സെയ്ദിൻ്റെ കാര്യത്തിൽ ഉറപ്പില്ല. ഹാഫിസ് സെയ്ദ് ഈ പറഞ്ഞതുപോലെ മുറിദ്കയിലെ അയാളുടെ ഒരു സാമ്രാജ്യമുണ്ട്. ജമാഅത്ത് ഉദ്വയുടെ തയ്യബ മോസ്കുമായി ബന്ധപ്പെട്ടുള്ള ഒരു തീവ്രവാദ പരിശീലന കേന്ദ്രം. അവിടെയാണ് ഇയാൾ ഉള്ളത്. പക്ഷേ അയാൾക്ക് നേരെയാണ് ഇന്ത്യയുടെ വലിയ തിരിച്ചടി ഉണ്ടാവുന്നത് എന്ന് കരുതി അയാളെ കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ സ്പെഷ്യൽ കമാൻഡോസിൻ്റെ സംരക്ഷണയിൽ ജനവാസ കേന്ദ്രത്തിലേക്ക് മാറ്റി എന്ന് വാർത്തയുണ്ടായിരുന്നു. കാരണം നമ്മൾ അറ്റാക്ക് ചെയ്താൽ ജനവാസ കേന്ദ്രത്തിൽ ജനങ്ങൾക്ക് കാഷ്വാലിറ്റി ഉണ്ടാവണം. അങ്ങനെ സാധാരണക്കാരായ ജനങ്ങളെ ഇന്ത്യ കൊല്ലുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഇയാളെ സുരക്ഷിതമായി അങ്ങോട്ട് മാറ്റി 1 കിലോമീറ്റർ ചുറ്റളവിൽ സർവൈലൻസ് ക്യാമറകളൊക്കെ സ്ഥാപിച്ചു എന്ന് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ മുറിദ്കെ ക്യാമ്പിൽ, അതായത് ഇയാളുടെ കുപ്രസിദ്ധമായ മോസ്കുള്ള തയ്യബ മോസ്കുള്ള സ്ഥലത്ത് നമ്മൾ അറ്റാക്ക് ചെയ്തു. അപ്പോൾ 2 സ്ഥലത്താണ്, സിയാൽകോട്ടിലും ഈ മുറിദ്കെ ക്യാമ്പിരിക്കുന്ന പ്രദേശത്തുമാണ് നമ്മൾ പാകിസ്ഥാന്റെ ബൗണ്ടറി. POK പാകിസ്ഥാന്റെ ആണെന്ന് പറഞ്ഞാലും നമ്മൾ നമ്മുടെയാണെന്ന് പറയുന്നത്. നമ്മുടെയാണ് POK, പാക് അധിനിവേശ കാശ്മീരാണ്. അവിടെ 7 കേന്ദ്രങ്ങളും പാകിസ്ഥാനകത്ത് 2 സ്ഥലങ്ങളുമാണ് നമ്മൾ ആക്രമിച്ചത്. അവിടെ സിയാൽകോട്ടിലെ ആക്രമണത്തെക്കുറിച്ച് പറയാം. മുറിദ്കയിൽ പക്ഷേ അവിടെ ഈ ഒരു 300ഓളം ടെററിസ്റ്റുകൾ പരിശീലനം കഴിഞ്ഞ് ഇന്ത്യയിലേക്ക് കയറി വരാൻ സാധ്യതയുള്ള ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അവിടെയാണ് നമ്മൾ ആക്രമണം നടത്തി. പക്ഷേ രണ്ടാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ടാർഗറ്റ് ഭഗവൽപൂരിലെ ആക്രമണമാണ്. ഭഗവൽപൂരിൽ ഇന്ത്യയിൽ നിന്ന് 100 കിലോമീറ്റർ ദൂരമുണ്ട്. പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ വളരെ തന്ത്രപ്രധാനമായ ചില കേന്ദ്രങ്ങൾ അവിടെയുണ്ട്. അവിടെ കോമ്പാക്ട് സ്റ്റിമുലേഷൻ സെൻറ്റർ, കോമ്പാക്ട് സിമുലേഷൻ സെൻറ്ററൊക്കെ അവിടെയുണ്ട്. അസിം മുനീർ വന്നിട്ടാണ് ഉദ്ഘാടനം ചെയ്തത്. മാത്രമല്ല അവിടെ വന്നിട്ട് ഈ പറഞ്ഞ പോലെ ഈ കോമ്പാക്ട് സിമുലേഷൻ സെൻറ്റർ അസിം മുനീർ ഉദ്ഘാടനം ചെയ്യുന്ന ആ ചടങ്ങുമായി ബന്ധപ്പെട്ടതിന് ശേഷം ഫെബ്രുവരി 10-ാം തീയതി ഹമാസിൻ്റെ ലോകത്തെ തന്നെ ഏക വക്താവായ ഖാലിദ് ഖദോമി വന്ന് പ്രസംഗിച്ചതും കാശ്മീരിന് വേണ്ടി സംസാരിച്ചതും ഒക്കെ അവിടെയാണ്. എന്നിട്ട് അൽ അഖ്സ ഫ്ലഡിൻ്റെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉണ്ടാവണം, ഇന്ത്യക്കാരുടെ കഴുത്ത് വെട്ടണം എന്നൊക്കെ ഹമാസ് അന്ന് പ്രസംഗിച്ചിട്ട് പോയത് ഈ ഭഗവൽപൂരിലാണ്. ഈ ഭഗവൽപൂരിലേക്ക് നമ്മൾ ആക്രമണം നടത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഭഗവൽപൂരിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഭഗവൽപൂർ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സാണ്. ജെയ്ഷെ മുഹമ്മദിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് നമ്മൾ ആക്രമിച്ചിരിക്കുന്നത് ലഷ്കർ ഇ തയ്യബയുടെ ആസ്ഥാനം മുറിദ്കെ. ജെയ്ഷെ മുഹമ്മദിൻ്റെ ആസ്ഥാനമാണ് ഈ ഭഗവൽപൂരുള്ളത്. ഭഗവൽപൂർ മിലിറ്ററി ക്യാമ്പിനോട് ചേർന്നാണ്. അപ്പോൾ അത്ര വലിയ സുരക്ഷയിലാണ് ഈ തീവ്രവാദികളെ പാകിസ്ഥാൻ ISIയും ആർമിയും സംരക്ഷിച്ചു വരുന്നത്. അവിടെ നമ്മൾ നടത്തിയ ആക്രമണത്തിൽ ഈ വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. നേരത്തെ മുറിദ്കയിൽ നടന്നതിൽ ഈ തൈബ പള്ളി ആക്രമിക്കപ്പെട്ടിട്ടുണ്ടോ തകർന്നിട്ടുണ്ടോ ഇല്ലെന്ന് അറിയില്ല. നമ്മുടെ ലക്ഷ്യം മസ്ജിദ് തകർക്കലായിരുന്നില്ല. മസ്ജിദ് എന്ന് പറഞ്ഞാൽ മസ്ജിദൊന്നുമില്ല. ഇന്ത്യക്കെതിരെ കൊലവിളി നടത്താനും ഇന്ത്യയും ഹിന്ദുക്കളെയും കൊല്ലണമെന്ന് നിരന്തരം ആഹ്വാനം ചെയ്യുന്ന പ്രസംഗങ്ങൾ നടത്താൻ വേണ്ടി മാത്രം ഹാഫിസ് സയ്യിദ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കെട്ടിടമാണ്. അത് പള്ളി എന്നൊക്കെ വിളിക്കാവുന്നത്. കാരണം തീവ്രവാദം മാത്രം പറയുക, ഇന്ത്യ വിരുദ്ധത പറയുക, ഇന്ത്യയെ നശിപ്പിക്കുക എന്ന എല്ലാ വെള്ളിയാഴ്ചയും ഇയാൾ പ്രസംഗിക്കുന്ന സ്ഥലത്തെ പള്ളി എന്ന തലത്തിൽ അല്ലെങ്കിൽ മസ്ജിദ് എന്ന തലത്തിൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഏതായാലും ഒരു ആരാധനാലയം തകർക്കാൻ മനഃപൂർവ്വം നമ്മൾ ശ്രമിക്കത്തില്ല. ഒരു പക്ഷേ അതിനോട് 200 ഏക്കർ കോമ്പൗണ്ടിലാണ് ഇതിരിക്കുന്നത്. അവിടേക്ക് മിസൈൽ വിടുമ്പോൾ ചിലപ്പോൾ അത് തകർന്നു പോയിട്ടുണ്ടാവാം. ചിലപ്പോൾ പക്ഷേ നമ്മൾ ടാർഗറ്റ് ചെയ്തൊന്നുമല്ല. പക്ഷേ മസൂദ് അസർ ഇരിക്കുന്നത് ഭഗവൽപൂരിലെ കേന്ദ്രത്തിലാണ്. അവിടെ ആക്രമണം നടന്നിട്ടുണ്ട്. അയാളുടെ ബന്ധുക്കൾ കൊല്ലപ്പെട്ടു എന്നിപ്പോൾ പാകിസ്ഥാൻ തന്നെ പറയുന്നുണ്ട്. ബന്ധുക്കളെ മാത്രമായിട്ട് ഈ മിസൈൽ വരുമ്പോൾ ഇയാളെ കൂടെ ഇരിക്കുമ്പോൾ ഇയാളെ ഒഴിവാക്കി ബന്ധുക്കളെ മാത്രം മിസൈൽ കൊല്ലുമോ എന്നറിയില്ല. മസൂദ് അസർ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. കാരണം ഹാഫിസ് സെയ്ദ് രക്ഷപ്പെട്ടു. മസൂദ് അസദ് എന്ന് പറഞ്ഞ ജെയ്ഷെ മുഹമ്മദിന്റെ തലവന്റെ കഥ കുടുംബാംഗങ്ങളുടെ ഒപ്പം ഇരിക്കുകയാണെങ്കിൽ അയാളും ഒരുമിച്ചൊരു വീട്ടിലാണ് പാകിസ്ഥാൻ ആർമിയുടെ സംരക്ഷണയിലാണ്. അയാളുടെ കഥ കഴിഞ്ഞു എന്നുള്ള വിവരമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ കഴിഞ്ഞ ഈ ബലാക്കോട്ടൊക്കെ നടന്നപ്പോഴത്തേക്ക് നമ്മുടെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ചോദിച്ചിരുന്നു തെളിവ് എവിടെയെന്ന്. അന്ന് തെളിവെന്ന് പറഞ്ഞാൽ ഈ ബോംബ് സ്ഫോടനം നടത്തി കഴിഞ്ഞാൽ നമ്മൾ ഈ നൈറ്റ് വിഷൻ ക്യാമറയൊക്കെ വെച്ച് എടുക്കുന്ന വിഷ്വൽസ് ഇപ്പോൾ വരുന്നുണ്ട്. ഞാനൊരു ചിത്രം കണ്ടു. ആ ചിത്രം നമുക്ക് പ്രേക്ഷകരെ കാണിക്കാം. നരേന്ദ്രമോദി ഇന്നലെ ലോക് കല്യാൺ മാർഗിലുള്ള അദ്ദേഹത്തിൻ്റെ ഓഫീസിലിരുന്നിട്ട് ഈ ചിത്രം ലൈവായിട്ട് കാണുന്നുണ്ടായിരുന്നു. അത് കണ്ട് മോദി ചിരിക്കുന്ന ഒരു ചിത്രം ഉണ്ടായിരുന്നു. ആ ചിരി മുഴുവൻ ഭാരതീയരുടെ ചിരിയാണ്. കാരണം നമ്മുടെ രാജ്യത്ത് കയറി
അക്രമം കാണിച്ച് നിരപരാധികളായ നമ്മുടെ ആളുകളെ കൊല്ലുകയും നമ്മുടെ സ്ത്രീകളുടെ സീമന്തരേഖയിലെ സിന്ദൂരം മായ്ച്ചു കളയുകയും ചെയ്ത പാകിസ്ഥാന് കടുത്ത തിരിച്ചടി ഇന്ത്യൻ സൈന്യം കൊടുക്കുന്നത് നമ്മുടെ പ്രധാനമന്ത്രി ലൈവായിട്ട് കാണുന്നുണ്ടായിരുന്നു. അതിൻ്റെ ചിത്രം ലഭ്യമാണ്. ആ ചിത്രം കാണിക്കാം നമുക്ക്. ഏതായാലും അത് കാണുന്നതിനൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ പക്ഷേ ഈ ആളുകൾ മരിച്ചു കിടക്കുന്നതൊന്നും പ്രധാനമന്ത്രിക്ക് കാണാൻ പറ്റില്ല. നമ്മളിപ്പോൾ വിഷ്വൽസ് കാണിക്കുന്നുണ്ട്. ഈ വ്യോമാക്രമണത്തിൽ തകർന്ന കെട്ടിടങ്ങൾ നൈറ്റ് വിഷൻ ക്യാമറയിൽ എടുത്ത ചിത്രങ്ങളായതുകൊണ്ട് പകൽ പോലെ കാണാം. സാറ്റലൈറ്റ് ഉപയോഗിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇന്ത്യൻ അതിർത്തിയിൽ നിന്ന് വിമാനത്തിൽ നിന്ന് അങ്ങോട്ട് മിസൈൽ അയച്ചാൽ അവിടുത്തെ പടം എങ്ങനെ കിട്ടും എന്നൊക്കെ ചോദിക്കാൻ വരുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ഒരു സാംസ്കാരിക നായിക എന്ന് പറയുന്ന എച്ചുമുക്കുട്ടിയോ അങ്ങനത്തെ ഒരാൾ ഇപ്പോൾ പോസ്റ്റ് ഇട്ടിരിക്കുന്നുണ്ട്, സിന്ദൂരം ഈ ആക്രമണം കൊണ്ടൊന്നും ഫലമൊന്നുമില്ല, ഇത് രാജ്യത്തെ ഭരണാധികാരികളുടെ വീഴ്ച മറച്ചു വെക്കാനുള്ള നാടകമാണ് എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടു. ഏതെങ്കിലും പോസ്റ്റ് ഒഴിവുണ്ടോ? വന്നു അല്ല, പോസ്റ്റ് ഒഴിവുണ്ട് ഏതെങ്കിലും ഉണ്ടാവുമായിരിക്കും. അല്ല, ഈ POK-ലേക്ക് പോയാൽ അവിടെ ചിലപ്പോൾ ഈ മസൂദ് അസർ മരിച്ചെങ്കിൽ അവിടെ ചിലപ്പോൾ ഒരു ഒഴിവ് കിട്ടുമായിരിക്കും. അപ്പോൾ എന്താണെങ്കിലും ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് ഈ കണക്കെടുക്കുന്നതെന്നൊരു കാര്യമുണ്ട്. NTRO ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അതായത് ഈ ഒരു പ്രദേശത്ത് ഒരു സമയം എത്ര മൊബൈൽ ഫോണുകൾ ആക്റ്റീവാണ് എന്ന് കണക്ക്. പാകിസ്ഥാനിലായതുകൊണ്ട് അവർക്ക് അവിടെ മൊബൈൽ ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇന്ത്യയിൽ വരുമ്പോഴാണല്ലോ തീവ്രവാദികൾ മൊബൈൽ ഉപയോഗിക്കാത്തത്. പാകിസ്ഥാനിൽ അവർക്ക് അവരുടെ രാജ്യത്ത് സുരക്ഷിതമായിട്ടിരിക്കുന്ന അവരുടെ പട്ടാളവും ISIയും അവരെ സഹായിക്കുന്നു. ബലാക്കോട്ടിൽ നമ്മൾ നോക്കിയത്, ബലാക്കോട്ട് ആക്രമണം നടക്കും മുമ്പ് ഏതാണ്ട് 400ഓളം മൊബൈലുകൾ ആക്റ്റീവായിരുന്നു. ഈ 400ഓളം മൊബൈലുകൾ ആക്റ്റീവായിരിക്കുന്ന ഒരു ടെറർ ലോഞ്ച് പാഡ്, തീവ്രവാദികളെ പരിശീലിപ്പിച്ച് അവരെ പുറത്തേക്ക് വിടുന്ന ആ ലോഞ്ച് പാഡ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് നമ്മൾ അവിടേക്ക് കൃത്യമായി മിസൈൽ ഇറക്കുക. അതിനുശേഷം ഈ 400ഓളം മൊബൈലുകളും നിശബ്ദമായി, സിഗ്നൽസ് വരുന്നില്ല. അപ്പോൾ നമ്മൾ തീരുമാനിച്ചു ഈ 400 മൊബൈലുകളും നശിച്ചു. മൊബൈലെല്ലാം കൂടെ ഒരു പെട്ടിക്കകത്ത് പൂട്ടി വെക്കുന്നില്ലല്ലോ, ആളുകളുടെ കയ്യിലും പോക്കറ്റിലൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും 400 മൊബൈലുകൾ ഈ ആക്രമണത്തിന് ശേഷം, മിസൈൽ ആക്രമണത്തിന് ശേഷം നിശ്ചലമായെങ്കിൽ ഈ 400 ആളുകൾ മരിച്ചു എന്നുള്ള ഒരു കണക്കാണ് നമ്മൾ എടുക്കുക. അങ്ങനെയാണ് എല്ലാവരും കണക്കെടുക്കുന്നത്. കാരണം അവരെ എല്ലാവിടെ നമുക്ക് ഉടനെ ആ രാജ്യത്ത് പോയി ഒരാളെ വിട്ടിട്ട് ഓരോരുത്തരുടെയും ശവശരീരം എണ്ണി നോക്കിയൊന്നും കണക്കെടുക്കാൻ പറ്റില്ല. ഇതാണ് ലോകത്തെ എല്ലാ സൈന്യവും ചെയ്യുന്നത്. ആ മെത്തേഡാണ് നമ്മൾ സ്വീകരിച്ചത്. ഇപ്പോൾ ഈ നമ്മൾ നടത്തിയ 7 ആക്രമണങ്ങളിലും പാകിസ്ഥാനിലേക്ക് കടന്നുള്ള 2 ആക്രമണങ്ങളിലും നടന്ന സ്ഥലങ്ങളിലായി 600ഓളം തീവ്രവാദികളെ പരിശീലിപ്പിച്ച് വെച്ചിരുന്നു എന്നാണ് പറയുന്നത്. അവരുടെ അവസ്ഥ ഇപ്പോൾ നമ്മളിപ്പോൾ കണക്കുകളൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും 100ഓളം പേരുടെ മരണം ഇപ്പോൾ ഏതാണ്ട് സ്ഥിരീകരിക്കുന്നുണ്ട്. പാകിസ്ഥാൻ പറയുന്നത് 5 പേരാകെ മരിച്ചു, 3 പേർ സിവിലിയൻസും 2 കുട്ടികളും ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സഹതാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഏതായാലും ഇന്നലെ വരെ ഈ നമ്മളെ ആക്രമിച്ചുകളെയും നമ്മളെ ബോംബിട്ടുകളെയും ന്യൂക്ലിയർ ആയുധം ഉപയോഗിക്കുമെന്നൊക്കെ പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് പാകിസ്ഥാന് തിരിച്ചടിക്കാൻ അവകാശമുണ്ട് എന്നിപ്പോൾ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. പിന്നെ അത്താവുള്ള തരാറിനെ ഓർക്കുന്നുണ്ടോ? അത്താവുള്ള തരാർ സിനു മറന്നുപോയോ? സിനു ഞാനും അല്ല സംസാരിച്ചിരുന്നു അല്ലേ? അത്താവുള്ള തരാർ എന്ന് പറയുന്ന ആൾ പാകിസ്ഥാനിലെ ബ്രോഡ്കാസ്റ്റിംഗ്, വാർത്താ വിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹമാണ് 3-4 ദിവസം മുമ്പ് കരഞ്ഞത് ഇന്ത്യ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കും, ഇന്ത്യ അടിക്കാൻ പോവുകയാണ്, ഇന്ത്യ ഇങ്ങനെ പാകിസ്ഥാനെ നശിപ്പിക്കും, ഇങ്ങനെ ചെയ്യരുതേ, ലോകം ഇടപെടണം എന്നൊക്കെ പറഞ്ഞ് വലിയ നിലവിളിച്ച് ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു കൊമേഡിയനെ പോലെ പരിഹാസ്യ കഥാപാത്രമായ ആളാണ് അത്താവുള്ള തരാർ. അത്താവുള്ള തരാർ ഇപ്പം പാകിസ്ഥാൻ മാധ്യമങ്ങളെ വിളിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്നോട് വാ, പാകിസ്ഥാൻ ഇന്ത്യ കാണിച്ച കൊടും ചതി നിങ്ങളെ കാണിച്ചു തരാം, കൊടും ക്രൂരത പാകിസ്ഥാനിലെ പാവപ്പെട്ട മനുഷ്യരെയാണ് ഉപദ്രവിച്ചിരിക്കുന്നത്. അവരുടെ വീടൊക്കെ നശിച്ചു, അവരുടെ കെട്ടിടങ്ങൾ തകർന്നു, അവരുടെ ജീവൻ പോയി, അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുപോകാമെന്ന് അത്താവുള്ള തരാർ പറഞ്ഞിട്ടുണ്ട്. കൊണ്ടുപോകില്ലെന്നറിയില്ല. ഇയാൾ പറയുന്ന പോലെ ഒന്നും ചിലപ്പോൾ പാകിസ്ഥാൻ പട്ടാളം സംഭവിച്ചെന്നിരിക്കില്ല. ഏതായാലും പാകിസ്ഥാന് വലിയ കാഷ്വാലിറ്റി ഉണ്ടായിരിക്കുന്നു. ഇന്ത്യയെ സംബന്ധിച്ച് ഈ ഭീകര ക്യാമ്പുകൾക്ക് നേരെ നടത്തിയ ആക്രമണത്തിലൂടെ ഇന്ത്യ ഇനിയിപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇസ്രായേൽ പറയുന്ന പോലെയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഹമാസിനെ ഒരിക്കലും വെച്ച് പൊറിപ്പിക്കില്ല. ഹമാസിൻ്റെ ഹിസ്ബുള്ളയുടെ ക്യാമ്പുകൾ ലോകത്തെവിടെയുണ്ടെങ്കിലും ഞങ്ങൾ എപ്പോൾ വേണേലും തീർത്തിരിക്കും, വേരറക്കും. അത് എപ്പോൾ വേണേലും എവിടെ വേണേലും ആക്രമിക്കാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട് എന്ന ഒരു ഇസ്രായേൽ നിലപാടിലേക്ക് ഇന്ത്യ മാറുകയാണോ എന്നൊരു സംശയം ഇപ്പോൾ ഉണ്ട്. കാരണം അല്ലെങ്കിൽ POK-യിലെ മാത്രമല്ല പാകിസ്ഥാനിലെ പ്രദേശങ്ങളിലേക്കും കടന്നു കയറി സിയാൽകോട്ടിലും പവൽപൂരിലും ഉൾപ്പെടെ നമ്മൾ മിസൈൽ ആക്രമണം നടത്തി നമ്മുടെ ഫൈറ്റേഴ്സ് ഒന്നും അങ്ങോട്ട് പോയില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ മിസൈൽ അതിർത്തി കടന്നാണ് പോയിരിക്കുന്നത്. അപ്പോൾ തീവ്രവാദി ക്യാമ്പുകളെ ഉന്മൂലനം ചെയ്യുക, ഇന്ത്യ ഇത്രയും വർഷങ്ങളായിട്ട് പാകിസ്ഥാനിൽ നിന്നുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള ഭീകരന്മാർ പാകിസ്ഥാൻ പട്ടാളക്കാർ തന്നെ ഭീകരന്മാരായിട്ട് കടന്നു വരുന്നത് ഒക്കെ നമ്മൾ അനുഭവിച്ച് ക്ഷമിച്ച് ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടു കഴിഞ്ഞു. ഇനി ഇത് പറ്റില്ല, ഞങ്ങൾ ഏതു നിമിഷവും നിങ്ങൾ തീവ്രവാദികളെ
പരിശീലിപ്പിച്ച് ഇന്ത്യയിലേക്ക് കടത്തിവിടാൻ തീരുമാനിക്കുകയാണെങ്കിൽ അവിടെ കയറി ഞങ്ങൾ അടിക്കും എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇസ്രായേലിനെ പോലെ ഇന്ത്യ മാറുന്നു എന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ് ഇന്നത്തെ ഇന്ന് പുലർച്ചെ നടന്ന നമ്മുടെ ആക്രമണമെന്ന് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നുണ്ട്. മസൂദ് അസർ കൊല്ലപ്പെട്ടുവെങ്കിൽ അത് ഇന്ത്യ നേടുന്ന ഏറ്റവും വലിയ ഒരു വിജയമാണ്. അതിൻ്റെ ഒരു കൺഫർമേഷന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.